സാർ, ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖത്തിൻ്റെ പ്രവർത്തനം ഇനി ഇന്ത്യ ആയിരിക്കും നയിക്കാന്നാണ് കേൾക്കുന്നത്. അത് ചൈനയെ വെട്ടിയിട്ടാണ് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതെന്ന് കേട്ടു. ഇതിന് വലിയ പ്രാധാന്യമുണ്ടോ രാഷ്ട്രീയമായിട്ടും? ഉണ്ടല്ലോ, രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, പ്രതിരോധപരമായിട്ടും വലിയ പ്രാധാന്യമുള്ളൊരു നീക്കമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ത്യക്ക് ഒരു താവളം, സൈനിക താവളം എന്നുള്ള നിലയ്ക്കും ഏത് തുറമുഖവും പിന്നീടൊരു സന്ദിഗ്ധ ഘട്ടം വന്നാൽ, അടിയന്തര ഘട്ടമൊക്കെ വന്നാൽ ഉപയോഗിക്കാൻ പറ്റും. അതാണ് തുറമുഖങ്ങളുടെ പ്രാധാന്യം. ഇപ്പോൾ ഈ മേഖലയിൽ, അതായത് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്ക് തുറമുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരെണ്ണം ഇപ്പോൾ ഉള്ളത് ചാബഹാറിലാണ്, ഇറാൻ. അപ്പോൾ ചാബഹാറിലെ തുറമുഖത്തിൻ്റെ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റെടുത്തു. പിന്നെ മ്യാൻമാറിലെ സിറ്റ്വേ എന്ന് പറഞ്ഞ തുറമുഖം ഇന്ത്യയുടെ കയ്യിലാണ്. അതേസമയം പല തുറമുഖങ്ങളും ഇവർക്ക് പാകിസ്ഥാന് അല്ല ചൈനയ്ക്ക് ചൈനയ്ക്ക് പുറത്ത് പല തുറമുഖങ്ങളും ഉണ്ട്. അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലുണ്ട് ഉണ്ട്. ചൈനയ്ക്ക് ഈ മേഖലയിൽ തന്നെ ചിറ്റഗോങ് ബംഗ്ലാദേശിലെ, പാകിസ്ഥാനിലെ ഗ്വാദർ, പിന്നെ ഹമ്പൻ തോട്ട ശ്രീലങ്ക. അപ്പോൾ മറ്റേ ഇന്ത്യക്ക് ചുറ്റും അവർക്ക് തുറമുഖങ്ങളുടെ ഒരു വലയമുണ്ട്. അത് ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ് എന്നുള്ളത് വളരെ വ്യക്തവുമാണ്. കുറേ നാളായിട്ട് ഇന്ത്യ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ ഈ ഷെയ്ഖ് ഹസീന, ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി, അടുത്ത കാലത്ത് ഇന്ത്യയിൽ വന്നിരുന്നല്ലോ, 2 തവണ വന്നു. ഒന്ന് ഈ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് വന്നു, അത് കഴിഞ്ഞ് രണ്ടാമത് വന്നു, പിന്നീട് അവർ ചൈനയിലേക്കും പോയി. അപ്പോൾ രണ്ടാമത് ഇവിടെ വന്നപ്പോൾ മോദിയായിട്ടുള്ള പല ഉടമ്പടികളിൽ ഒന്നൊരു മാരിടൈം, ഈ ഇത് സംബന്ധിച്ച ആയിരുന്നു ഉടമ്പടി. അന്ന് മാരിടൈം ഉടമ്പടി എന്ന് വന്നിരുന്നു, എന്താണെന്ന് വന്നിരുന്നില്ല, വ്യക്തമായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ ഈ മോംഗ്ല തുറമുഖം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് ചൈനയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നതാണ്, ഈ മോംഗ്ല തുറമുഖം. അപ്പോൾ ഇവര് ഷെയ്ഖ് ഹസീന ചൈനയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഉടമ്പടിയൊക്കെ ശരിയാക്കി വെച്ചുമുണ്ടായിരുന്നത്, ഇവരേതായാലും ചൈനയ്ക്ക് പോകുന്നുണ്ടല്ലോ, ആ പോയി വന്നിട്ടാകട്ടെ എന്ന് തന്നെ വിചാരിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചൈനയ്ക്ക് നോട്ടം ഉണ്ടായിരുന്ന ഒരു തുറമുഖമാണ്. കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവർക്ക് നമ്മളെയും പിണക്കാൻ വയ്യ. നമ്മളും അവർക്ക് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നുണ്ട്, ധാരാളം അല്ലാത്ത സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അവിടുത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എതിരെയാണ് അവിടെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയാണെങ്കിൽ കഴിഞ്ഞ ജനുവരിയിൽ 4ാമതും തെരഞ്ഞെടുപ്പിൽ ചെയ്തു. അവാമി ലീഗ് അവർ ഇന്ത്യയുടെ ഒരു അനുകൂല നിലപാടാണ് എപ്പോഴും. അവാമി ഇന്ത്യക്ക് അനുകൂലമായതുകൊണ്ട് അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ കൂടെയാണ് അമേരിക്കയൊക്കെ. അതുകൊണ്ടാണ് കുറച്ച് നാൾ മുമ്പ് ഒരു ഇസ്ലാമിക രാജ്യം, ഒരു ക്രൈസ്തവ രാജ്യം തുടങ്ങാനായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ ബംഗ്ലാദേശിൻ്റെ ചിറ്റഗോങ്, മ്യാൻമാറിൻ്റെ കുറച്ച് ഭാഗം, അരുണാചൽ പ്രദേശ്, ഇങ്ങനെ ചേർത്തിട്ടൊരു ക്രൈസ്തവ രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾക്കൊരു താവളം, സൈനിക താവളം വേണം ഇന്ത്യ സമുദ്രത്തിൽ എന്ന് അമേരിക്കക്കാർ പറഞ്ഞു എന്നൊക്കെ. ഏതായാലും താവളങ്ങളൊന്നും നടക്കുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ ഇന്ത്യയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിറ്റഗോങ് കഴിഞ്ഞാൽ അടുത്ത വലിയ തുറമുഖമാണ് ഈ മോംഗ്ല. ഈ തുറമുഖം അപ്പോൾ ഇന്ത്യക്ക് 3ാമത്തെ, ചാബഹാർ മ്യാൻമറിലെ സിറ്റ്വി, അത് കഴിഞ്ഞാൽ ഈ മോംഗ്ല. അപ്പം നമുക്ക് ഇന്ത്യക്ക് പുറത്ത് 3ാമത്തെ തുറമുഖമാണ്. അപ്പം അതുകൊണ്ട് ഇത്തരം തുറമുഖങ്ങൾ ഏറ്റെടുക്കാനും നിക്ഷേപം നടത്താനും ഇപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യൻ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ഥാപനമാണ് IPGL എന്ന് പറയും, ഇന്ത്യൻ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ്. ആ സ്ഥാപനമാണ് ഇത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇന്ത്യ സമുദ്രത്തിൽ ബെയ്ജിങ്ങിൻ്റെ പിടി നയക്കുക. ഇപ്പോൾ ഇന്ത്യ സമുദ്രത്തിൽ അവർക്ക് നല്ല പിടി ഉണ്ടല്ലോ, ചിറ്റഗോങ്ങുമൊക്കെ കയ്യിലിരിക്കുന്നതുകൊണ്ട് അയക്കുക. ചില വേറെയും തന്ത്രപ്രധാന വിദേശ തുറമുഖങ്ങൾ നമ്മുടെ അധീനത്തിൽ കൊണ്ടുവരിക എന്നുള്ളതും നമ്മുടെ ഉദ്ദേശമാണ്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട നാവിക നീക്കം ആണ്, നമ്മുടെ ഒരു മാരിടൈം നീക്കമാണ്.
ഇതിൻ്റെ ലൊക്കേഷൻ മോങ്കള അത് ശരിക്കും തന്ത്രപ്രധാനമാണ്. ഓ, കാരണം ബംഗാൾ ഉൾക്കടലിലാണത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു താവളം കിട്ടുന്നത് നമുക്ക് ഈ മേഖലയിലെ സുരക്ഷിതത്വം നോക്കാനായിട്ട്, റീജിയണൽ സെക്യൂരിറ്റി അതിന് വളരെ പ്രധാനമാണ്. ചൈനയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനിലെ ഗ്വാദർ മുതൽ ആഫ്രിക്കയിലെ ജിബൂട്ടി വരെ തുറമുഖങ്ങളുണ്ട്. ഈസ്റ്റ് ആഫ്രിക്കയിലാണ് ജിബൂട്ടി ചൈനയുടെ കയ്യിലുള്ളത്. $78 മില്യൺ ജിബൂട്ടിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് തുറമുഖത്തിന് വേണ്ടി ചൈന. ഓ ശരി. അവർ ഗ്വാദറിൽ ഇതുവരെ $1.6 ബില്യൺ നിക്ഷേപിച്ചിട്ടുണ്ട്. ഹമ്പൻ തോട്ട 99 കൊല്ലത്തെ പാട്ടത്തിനാണ് എടുത്തിരിക്കുന്നത്. അതെടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കയ്ക്ക് IMF ഒന്നും കടമൊന്നും കൊടുക്കില്ല, കാരണം തിരിച്ചടക്കില്ല. അപ്പോൾ ചൈന കൊണ്ടുപോയി കടം കൊടുത്ത് തിരിച്ചെടുക്കാൻ പറ്റാതായപ്പോൾ എന്നാ പിന്നെ ഈ തുറമുഖം തന്നേക്കോ, ഞങ്ങൾ നോക്കിയോളാം. 99 വർഷത്തെ പാട്ടത്തിനെടുത്താണ് ചൈന. അപ്പോൾ ചൈനയുടെ പല കമ്പനികൾക്കും ഇന്ത്യ സമുദ്രത്തിൽ 17 തുറമുഖങ്ങളുണ്ട് ഇപ്പോൾ ഇന്ത്യൻ സമുദ്രത്തിൽ. അതെ. എന്നിട്ട് ചൈനയുടെ ഒരു നയതന്ത്രജ്ഞൻ അടുത്ത കാലത്ത് പറഞ്ഞു, ഇന്ത്യ സമുദ്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടേതല്ല എന്ന് പറഞ്ഞു. ഒരു ധാർഷ്ട്യം, ധിക്കാരം എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രതികരണമായിരുന്നു. അപ്പോൾ ഇന്ത്യ സമുദ്രത്തിൽ ചൈനയ്ക്ക് 17 തുറമുഖങ്ങൾ, അതിൽ 13 എണ്ണത്തിൽ പണി നടക്കുന്നുണ്ട്, പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, പുനരുദ്ധാരണം. 8 പദ്ധതികളിൽ നിക്ഷേപിച്ചിട്ടുമുണ്ട്, 8 തുറമുഖങ്ങളിൽ. UAE-യിലും മറ്റുമൊക്കെ തുറമുഖങ്ങൾ പാട്ടത്തിനെടുത്തിട്ടുണ്ട് ചൈന. ഈ ചൈന അതിൻ്റെ എണ്ണ ഇറക്കുമതിയിൽ 80% ഇന്ത്യ സമുദ്രം വഴിയാണ്. അപ്പോൾ അവർക്ക് സത്യത്തിൽ ഈ മോങ്കള തുറമുഖവും കിട്ടണമെന്നുണ്ടായിരുന്നതാണ്. അത്തരം കാര്യങ്ങൾ കൊണ്ട് ഈ ധാരാളം എണ്ണ ഇറക്കുമതി നടത്തുന്ന ഒരു രാജ്യമാണ് ചൈന. ബംഗ്ലാദേശിൽ തെക്ക് കിഴക്കൻ ഈ ഏഷ്യ സ്ട്രാറ്റജിക് ഈ ക്രോസ് റോഡ്സ് അതിൽ പെടുന്ന ബംഗ്ലാദേശിൽ തെക്ക് കിഴക്കൻ ഭാഗത്തെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങളിൽ പെടുന്നതാണിത്. 2016 ഈ ചൈനയുടെ BRI എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്, ബ്രിഡ്ജസ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് അടിസ്ഥാന സൗകര്യ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ പല രാജ്യങ്ങളിൽ നടപ്പാക്കുക. അത് മാലദ്വീപുകൾ അവിടെയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നേപ്പാളിലുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ട്. ചൈന കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാലം പണി, അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, പല ലക്ഷ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഖനികളൊക്കെ ഉള്ള, പ്രകൃതി വിഭവങ്ങളൊക്കെ ഉള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ BRI ഇനീഷ്യേറ്റീവിൽ ചിറ്റഗോങ് തുറമുഖം എടുത്തല്ലോ, അവിടെ 750 ഏക്കർ വ്യവസായ പാർക്ക് തുറന്നിട്ടുണ്ട് ചൈന. ആ തുറമുഖത്ത് ഈ ഒരു മൂറിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നങ്കൂരമിടാൻ, കപ്പലുകൾക്കൊക്കെ വന്ന് നങ്കൂരമിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ചൈന പുതുതായിട്ട്. ചൈന ഇപ്പോൾ ഹസീന ചൈനയിൽ പോയിരുന്നല്ലോ, അപ്പോൾ അവർ $5 ബില്യൺ വായ്പ ചോദിച്ചിരുന്നു. പക്ഷെ ചൈന കൊടുത്തത് 137 മില്യൺ മാത്രമാണ്. അപ്പോൾ അത് പോരാ, ചൈനയിൽ നിന്ന് പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് ബംഗ്ലാദേശിന് നല്ലത് എന്നുള്ള ഇത് അവർക്കുണ്ട്. 2018 ചിറ്റഗോങ്ങിലും ഈ മോങ്കള തുറമുഖത്തും ഇന്ത്യക്ക് ആക്സസ് തന്നിട്ടുണ്ട് ബംഗ്ലാദേശ്, ഇന്ത്യൻ കപ്പലുകൾക്കൊക്കെ ഓപ്പറേഷൻ അത്യാവശ്യമൊക്കെ നടത്താൻ. അതായത് ചരക്ക് കയറ്റിറക്കില്ലേ, കാർഗോ, ആ കയറ്റിറക്കിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഓൾറെഡി മോങ്കളയിൽ നമ്മുടെ ഒരു സാന്നിധ്യം ഉണ്ട്, ഇപ്പോൾ നമ്മുടേതായി മാറി കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ഉള്ളൂ. അപ്പോൾ നമുക്ക് ബംഗാൾ ഉൾക്കടലിൽ ഒരു സൈനിക താവളം കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം.
കഴിഞ്ഞ കൊല്ലം ഈ മോംഗ്ലക്കുള്ള ഒരു ഖുൽനയിൽ നിന്നുള്ള ഒരു റെയിൽ ലൈൻ, ഒരു തീവണ്ടി പാത മോദിയും ഹസീനയും കൂടി സംയുക്തമായിട്ടായിരുന്നു തുറന്നത് കഴിഞ്ഞ കൊല്ലം ഉദ്ഘാടനം ചെയ്തത്. ഇനിയിപ്പോൾ ഇവിടെ പുതിയ ടെർമിനൽ നമ്മൾ പണിയും ഈ മോംഗ്ല തുറമുഖത്ത്, കൂടുതൽ കപ്പലുകൾക്ക് അടുക്കാനുള്ളത്. ചിറ്റഗോങ് തുറമുഖത്ത് ഇപ്പോൾ കപ്പലുകൾ കൂടുതലാണ്. അപ്പോൾ അത് റീറൂട്ട് ചെയ്ത് വിടുന്നുണ്ട് ബംഗ്ലാദേശ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോംഗ്ലയിൽ ധാരാളം കപ്പലുകൾ വരും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ചരക്ക് കയറ്റിറക്കമൊക്കെ നടക്കും. ഈ 5 ജെട്ടികൾ മോംഗ്ല തുറമുഖത്ത് ഉണ്ട്. 2 കൂടി നമ്മൾ പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 7 ജെട്ടിയാവും. ഈ പത്മ എന്ന് പറഞ്ഞൊരു പാലം ഉണ്ടായ ശേഷം ബംഗ്ലാദേശിൽ ധാക്കയിൽ നിന്ന് മോംഗ്ലയിലേക്കുള്ള ദൂരം കുറഞ്ഞിട്ടുണ്ട്. പുതിയ പാലം പത്മ വന്നപ്പോൾ ദൂരം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ഒരു പ്രതികരണമായിട്ട് ഇപ്പോൾ ചൈന പറഞ്ഞതാണ്. ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഓഷ്യൻ അല്ല, അത് മറ്റേ ഇന്ത്യ ഓർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് 17 തുറമുഖം അവിടെ ഉണ്ടല്ലോ. എന്തായാലും നമ്മളെ ഈ അവിടുത്തെ തുറമുഖങ്ങളിൽ ചിറ്റഗോങ്, ഗ്വാദർ, ഹമ്പൻതോട്ട അവിടെയൊക്കെ ചൈനയുടെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളുടെയൊക്കെ സാന്നിധ്യമൊക്കെ ഉണ്ട്. അപ്പം നമുക്കാണെങ്കിൽ അതിർത്തിയിൽ നിന്നുള്ള ശല്യമുണ്ട്, അതിന് ചൈനയുടെ പിന്തുണയുണ്ടെന്നൊക്കെ നമുക്കറിയാം. പാകിസ്ഥാൻ ചുമ്മാ കയറുന്നതല്ല. അതുപോലെ പാക് അധിനിവേശ കശ്മീർ അതിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ചൈനയുടെ ശല്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ താവളങ്ങൾ ഇപ്പോൾ ഈ ഇറാനിലും അതുപോലെ തന്നെ മ്യാൻമറിലും ഇപ്പോൾ ഈ ബംഗ്ലാദേശിലൊക്കെ ഈ തുറമുഖങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൈനിക താവളം കൂടിയാണ് സെറ്റ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ തന്നെ സൈനിക താവളം, തുറമുഖങ്ങളൊക്കെ സൈനിക താവളങ്ങളും കൂടിയാണ്. കാരണം നമ്മുടെ യുദ്ധക്കപ്പലുകൾക്കും ഒക്കെ അന്തർവാഹിനികൾക്കൊക്കെ വേണമെങ്കിൽ അല്ലേ, അത് വേണമെങ്കിൽ എന്നൊന്നുമല്ല, അവിടെ പോകുമല്ലോ. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു ശക്തിയായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ലോകരാജ്യങ്ങളും തിരിച്ചറിയുന്നു. നമുക്കാണെങ്കിൽ താജിക്കിസ്ഥാനിലും വ്യോമതാവളങ്ങൾ ഇന്ത്യക്ക് പുറത്തുണ്ട്, വ്യോമതാവളങ്ങളുണ്ട് അവിടെ 2 നമുക്കുണ്ട്. അപ്പോൾ നാവിക മേഖലയിൽ നമ്മൾ ശക്തി ആർജിച്ചു വരുന്നു. അതെ, നമ്മൾ കൂടുതൽ തന്ത്രപ്രധാന മേഖലകളിലേക്ക് കടക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിട്ടുള്ളൊരു സംഭവവികാസമാണ് ഈ തുറമുഖം. അത് ഇവിടുത്തെ മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.